ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത്? കുറച്ചു നാളായി ഞാനും ആഗ്രഹിക്കുകയാണ് ഒന്ന് മാറണമെന്ന്. വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ അതിനുവേണ്ടി ഞാനും ഒരു കുറുക്കുവഴി അന്വേഷിച്ചു. അങ്ങനെ വിശുദ്ധ ബൈബിളിലൂടെ സഞ്ചരിച്ച് 2 ദിവസം കൊണ്ട് മാറിയ ഒരു വ്യക്തിയെ ഞാൻ കണ്ടെത്തി. ആരാണെന്നല്ലേ? മറ്റാരുമല്ല, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ. കാര്യകാരണങ്ങൾ അറിയണ്ടേ? 2 ദിവസം കൊണ്ട് മാറിയ വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാനായി വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഞാൻ സഞ്ചരിച്ചു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 19 27 തിരുവചനം. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. പരിശുദ്ധ അമ്മ അവന്റെ കൂടെ ആ വീട്ടിൽ ചെന്ന് താമസിച്ചു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ നാം കണ്ട ഈ ഭാഗം പരിശുദ്ധ അമ്മയുടെ സഹവാസം ആ വ്യക്തിയിൽ എങ്ങനെയാണ് മാറ്റം ഉണ്ടാക്കിയത്? ആ ഭവനത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? അതിന് വിശുദ്ധ യോഹന്നാന്റെ സ്വഭാവ സവിശേഷതകളിലൂടെ കണ്ടെത്താനായി ഞാൻ നോക്കിയപ്പോൾ വിശുദ്ധ യോഹന്നാൻ സ്ഥാനമോഹിയായിരുന്നു. സെബദി പുത്രന്മാർ യേശുവിനെ സമീപിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്: സ്വർഗരാജ്യത്തിൽ നീ ഉപവിഷ്ടനാകുമ്പോൾ നിന്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കാനുള്ള വരം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു സ്ഥാനത്തിനായി ആഗ്രഹിക്കുന്ന വ്യക്തിയെ നാം കാണുകയാണ് യോഹന്നാൻ ക്ഷിപ്രകോപിയായിരുന്നു. യേശുവിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന തന്റെ കൂട്ടത്തിൽപ്പെടാത്ത ഒരു വ്യക്തിയെ കണ്ടപ്പോൾ അവരെ തടഞ്ഞുകൊണ്ട് യോഹന്നാൻ പറയുകയാണ്: നീ ഞങ്ങളുടെ കൂടെ ചേരുക. അപ്പോൾ ആ വ്യക്തി പറയുന്നുണ്ട്: ഞാൻ നിങ്ങളുടെ സഭയല്ല. ആ ഒരു തന്റെ കൂട്ടത്തിൽപ്പെടാത്തവരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമായി നാം യോഹന്നാനെ കാണുന്നു. സമരിയ പ്രദേശത്തൂടെ കടന്നു പോകുന്ന യേശുവിനെ തടയുന്ന വ്യക്തികളോട് യോഹന്നാൻ പറയുകയാണ്: സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിക്കുന്നു. ക്ഷിപ്രകോപിയായ, സ്ഥാനമോഹിയായ, അസഹിഷ്ണുവായ യോഹന്നാനെ നാം കാണുന്നു. ഈ യോഹന്നാന് എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. യേശുവിന്റെ ഉയർപ്പിനെ അറിയിച്ചുകൊണ്ട് മഗ്ദലേന മറിയം എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് വിശുദ്ധ പത്രോസും വിശുദ്ധ യോഹന്നാനുമാണ്. ആ വാർത്ത കേട്ട ഉടനെ കല്ലറയിലേക്ക് ഓടുന്ന ഇരുവരെയും നാം കാണുന്നു. പ്രായമനുസരിച്ച് ചെറുപ്പക്കാരനായ യോഹന്നാനാണ് ആദ്യം അവിടെ എത്തിയത്. ലോകത്തിൽ ആദ്യമായി സംഭവിച്ച ആ ഒരു സംഭവത്തെ റിപ്പോർട്ട് ചെയ്യാനായി ഏറ്റവും ആദ്യം കല്ലറയുടെ സമീപം ചെന്നു എങ്കിൽ പോലും അവിടെ കാത്തു നിൽക്കുന്ന യോഹന്നാനെ നാം കാണുകയാണ്. പിന്നാലെ ഓടിക്കിതച്ചെത്തിയ പത്രോസ് ശ്ലീഹായ്ക്ക് വേണ്ടി വഴി മാറിക്കൊടുക്കുന്ന യോഹന്നാനെ നാം കാണുകയാണ്. പത്രോസ് വളരെ അത്ഭുതത്തോടെ നോക്കുകയാണ് യോഹന്നാനെ, എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്ന്. അപ്പോൾ യോഹന്നാൻ പറയുകയാണ്: നൗ യു ഗോ ആൻഡ് വിറ്റ്നസ്. മാറിക്കൊടുക്കുന്ന, മറ്റൊരു വ്യക്തിക്ക് വേണ്ടി മാറിക്കൊടുക്കുന്ന ഒരു വ്യക്തിയെ അവിടെ കാണുകയാണ്. അതിനുശേഷം വിശുദ്ധ യോഹന്നാൻ തന്റെ പുസ്തകം എഴുതുമ്പോൾ 16 സ്ഥലങ്ങളിൽ തന്റെ പേര് ചേർക്കാനുള്ള അവസരമുണ്ടായിരുന്നു. അവിടെ ഒന്നും തന്റെ പേര് ചേർക്കാതെ യേശുവിന്റെ പ്രിയ ശിഷ്യൻ, മറ്റേ ശിഷ്യൻ, വത്സല ശിഷ്യൻ എന്നെല്ലാമാണ് അവിടെ എഴുതി ചേർത്തത്. സ്ഥാനമൊന്നും ആഗ്രഹിക്കാത്ത വ്യക്തിയായി മാറിയതായി നാം കാണുകയാണ്. എങ്ങനെയാണ് യോഹന്നാൻ ഈ മാറ്റം ഉണ്ടായത്? ഒരു ഫ്ലാഷ് ബാക്ക് നമുക്ക് കാണാം. അതായത് കുരിശിൻ ചുവട്ടിൽ നിന്ന് പരിശുദ്ധ അമ്മയെ കൂട്ടി യോഹന്നാന്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു രംഗം നാം കാണുന്നു. അവിടെ ചെന്ന് ഭാരപ്പെട്ട ഹൃദയത്തോടെ ഇരിക്കുന്ന 2 ഹൃദയങ്ങൾ. അവിടെ വത്സല ശിഷ്യനെ മാറോട് ചേർക്കുന്ന ലോകത്തിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ അമ്മയെ നാം കാണുകയാണ്. തന്റെ മാറോട് ചേർത്തിരുത്തി പരിശുദ്ധ അമ്മ യോഹന്നാനോട് പറയുന്നുണ്ട്: മകനെ, നീ വിഷമിക്കേണ്ട. ഇതേപോലെ ഇതേ മടിയിൽ കിടന്നതാണ് ഈശോ. അവന്റെ ചെവിയിൽ ഞാൻ സങ്കീർത്തനങ്ങൾ ചൊല്ലിക്കൊടുത്തിട്ടുണ്ട്. അവന്റെ മൂർധാവിൽ ഞാൻ ചുംബിച്ചിട്ടുണ്ട്. പക്ഷേ നിന്നിൽ ഞാൻ ചില സ്വഭാവ സവിശേഷതകൾ കാണുന്നു. നീ സ്ഥാനമോഹിയാണ്. നിനക്കല്പം ദേഷ്യം കൂടുതലാണ്. മറ്റുള്ളവരെ അംഗീകരിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈശോയ്ക്ക് അങ്ങനെ ആയിരുന്നില്ല. അവൻ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. അവൻ ആരോടും കോപിച്ചിട്ടില്ല. അതുകൊണ്ട് നിനക്ക് ചില മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ട്. അവൻ ഒരു സ്ഥാനവും ആഗ്രഹിച്ചിട്ടില്ല. ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. ആരോടും അസഹിഷ്ണുത കാണിച്ചിട്ടില്ല. ഈശോയും നീയും എനിക്ക് ഒരുപോലെ തന്നെയാണ്. പരിശുദ്ധ അമ്മയുടെ 2 വരികൾ നമുക്ക് കടമെടുക്കാം. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. യോഹന്നാനും ഈശോയ്ക്കും ഒരേ ഒരു അമ്മയാണെന്ന ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഒരു സന്തോഷവും സമാധാനവും ഒന്ന് വേറെയാണ്. ദുഃഖവെള്ളിയാഴ്ച, ദുഃഖശനി എന്നീ 2 ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ കൂടെ ആയിരുന്ന, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അമ്മയുടെ സഹവാസത്തിലായിരുന്ന ആ യുവാവായ യോഹന്നാന് മാറ്റമുണ്ടായി. അതുപോലെ ഞാനും ആഗ്രഹിക്കുകയാണ്, എനിക്കും മാറണം. അതിന്
പരിശുദ്ധ അമ്മ എന്റെയും അമ്മയാകണം. ഈശോയുടെയും യോഹന്നാന്റെയും അമ്മ എന്റെയും അമ്മയാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.